ഗൈസ്, അപ്പോൾ നമ്മളെ ബാംഗ്ലൂർ പാലസും കണ്ടിട്ട് നേരെ വിധാൻസഭ കാണാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ നേരെ നടന്നാണ് പോകുന്നത്. നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂബർ ഡ്രൈവർ കൊണ്ടുപോയി നിർത്തിയ സ്ഥലം മാറിപ്പോയി. അപ്പോൾ കുറച്ച് നടക്കാമെന്ന് വെച്ചാൽ ആ ഊബറുകാരൻ അപ്പുറം ഇറക്കിയത് ഇപ്പുറത്താണ് വന്നത്. ഇനി ഒരു 1/2 കിലോമീറ്ററോട് നടക്കാനുണ്ട്. പിന്നെ വലിയ വെയിലില്ലാത്തതുകൊണ്ട് നല്ല മരങ്ങളാണ്ട് വലിയ കുഴപ്പമില്ല. ഇതിലേ നടക്കാനായിട്ടേ നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് നല്ല തണലുണ്ട്. ഈ മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു തണലുള്ളതുകൊണ്ട് നല്ല രസമുണ്ട്. പിന്നെ കംപ്ലീറ്റ് ക്ലീനാണ്. അതാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ. ഗൈസ്, ഇതാണ്ടാ വിധാൻസഭ, നമ്മുടെ നിയമസഭാ മന്ദിരമില്ലേ, സെയിം തന്നെയാണ്ടാ. പക്ഷെ ഇതങ്ങോട്ട് വിജൃംഭിച്ച് കിടക്കുകയാണ്. ഹൈക്കോർട്ട് ഓഫ് കർണാടക, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് സൗദാട്ടോ. എൻ്റെ അമ്മ, എന്തൊരു നിർമ്മിതിയാണല്ലോ ഇത് ഉണ്ടട്ടോ കാണാനും മാത്രം. ഇവിടുത്തെ പല നിർമ്മിതികൾ കാണുമ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു കേട്ടോ. അമ്മാര് കാഴ്ചയാണ്. ഇതിനകത്തൊരു 500 പേരെ ഉൾക്കൊള്ളാനുള്ള ശേഷി കാണുന്നതാണ് അണ്ടർഗ്രൗണ്ട് മെട്രോ കേട്ടോ. വിഹാൻ സൗദ സ്റ്റേഷനാണിത്. ഇതിലാണ് അണ്ടർഗ്രൗണ്ട് മെട്രോ കടന്നു പോകുന്നത്. എന്നൊരു സംഭവം തന്നെ ഉണ്ട്. കാരണം ആ ഒരു പ്രതിമ ഉള്ള കേട്ടോ. ഒരുപാട് ആളുകൾ ഇതേപോലെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നുണ്ട്. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ്. അവിടെ ഒരു സംഭവം വെച്ചിട്ടുണ്ടാ, ഗവൺമെൻറ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക് എന്ന് പറഞ്ഞിട്ട്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. അതെ വേണ്ട, ഗവൺമെൻറ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക്. ആദ്യത്തെ സംഭവം ഉണ്ടാ. ആ കുതിരയുടെ നിപ്പ് കണ്ട. ഇതൊക്കെ എങ്ങനെ പണിയണല്ലേ? ഞാനതാണ് ശരിക്കും ആലോചിച്ചത്. ഇതിൻ്റെ നിർമ്മിതി എന്നായിരിക്കും, ഇതെങ്ങനെയാണ് പണിതിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ള ശരിക്കും ഒരു സംഭവം തന്നെ വേണ്ട. ഇത് കാണാനും ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആളുകളുടെ തിരക്ക് കണ്ടു ഇവിടെ കാണാനുള്ളത്. ഒരു കോമഡി സംഭവം ഉണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ എല്ലായിടത്തും ചില സ്ഥലത്ത് മാത്രം എന്താ വരുന്ന ഇവിടുത്തെ വൃത്തികെട്ട ആൾക്കാർ വലിച്ചിരുന്നതാണ്. അത് ടൂറിസ്റ്റാണ്, ഇവരുടെ കുഴപ്പമൊന്നുമല്ല. പിന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് എല്ലാ ഏരിയയും. ഒരുത്തപ്പെട്ട എല്ലാ ഏരിയയും ഇതിപ്പോൾ ഇവിടെ മാത്രമല്ല, ഒരുത്തപ്പെട്ട എല്ലാ ഏരിയയും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വരുന്ന വഴിയൊക്കെ കണ്ടത് തന്നെ നല്ല രസമുണ്ട് സംഭവം. ഇത് ബാംഗ്ലൂർ സിറ്റി ഒന്നുമല്ല, ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് കുറേ നീങ്ങിയാണ്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയാണ് സംഭവം. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഉള്ളിൽ എൻട്രി എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും നല്ല അടിപൊളി ഒരു ബിൽഡിംഗ് കണ്ടോ. വിധാൻ സൗദ എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടേ. പൊള്ളി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊള്ളി ഒരു സാധനം. ഇത് എങ്ങനെ പണിത് ഈ കാലത്ത് പണിതെന്നുള്ളത് ഒരു ഇതില്ലാത്തൊരു കാര്യമുണ്ട്, അറിയില്ലാത്തൊരു കാര്യം. നെറ്റിനെല്ലാം നോക്കേണ്ടി വരും. എന്തായാലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഗവൺമെൻറ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക്. എനിക്ക് എന്താ മനസ്സിലാവില്ല കേട്ടോ എന്താണ് അങ്ങനെ എഴുതിയേക്കണേന്ന്. എന്തായാലും നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മളിനി ചിക്പേട്ടിലേക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അടുത്തതിനവിടെ കാണാം.